സദൃശവാക്യങ്ങൾ അധ്യായം 8. ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ? ബുദ്ധിയായവൾ തന്റെ സ്വരം കേൾപ്പിക്കുന്നില്ലയോ? അവൾ വഴിയരികെ മേടുകളുടെ മുകളിൽ പാതകൾ കൂടുന്നിടത്ത് നിൽക്കുന്നു. അവൾ പടിവാതിലുകളുടെ അരികത്തും പട്ടണവാതിലും ഗോപുരവാതിലും ഘോഷിക്കുന്നത്. പുരുഷന്മാരെ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, എന്റെ സ്വരം മനുഷ്യപുത്രന്മാരുടെ അടുക്കിലേക്ക് വരുന്നു. അത്ഭുതികളെ സൂക്ഷ്മബുദ്ധി ഗ്രഹിച്ചുകൊള്ളു. മൂഢന്മാരെ, വിവേകഹൃദയന്മാരാകും കേൾപ്പിൻ. ഞാൻ ഉത്കൃഷ്ടമായി സംസാരിക്കും. എന്റെ അധരങ്ങളെ തുറക്കുന്നത് നേരിനായിരിക്കും. എന്റെ വായ സത്യം സംസാരിക്കും. എന്റെ അധരങ്ങൾ കറപ്പാവുന്നു. എന്റെ വായിലെ മൊഴിയൊക്കെ നീതിയാവുന്നു. അവയിൽ വക്രവും ഗൗരവമായതൊന്നുമില്ല. അവയെല്ലാം ബുദ്ധിമാന തെളിവും പരിജ്ഞാനം ലഭിച്ചവർക്ക് നേരുമാവുന്നു. വെള്ളിയേക്കാൾ പ്രബോധനവും നേത്രമായ പൊന്നിയേക്കാൾ പരിജ്ഞാനവും കൈക്കൊള്ളി. ജ്ഞാനമുത്തുകളെക്കാൾ നല്ലതാകുന്നു. മനോഹരമായതൊന്നും അതിന് തുല്യമാകിയില്ല. ജ്ഞാനമെന്ന് ഞാൻ സൂക്ഷ്മബുദ്ധിയെ എന്റെ പാർപ്പിടമാക്കുന്നു. പരിജ്ഞാനം വകതിരിവ് ഞാൻ കണ്ടുപിടിക്കുന്നു. ഭോഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു. ഡംബം, അഹങ്കാരം, ദുർമാർഗം, പദ്ധതിയുള്ള വായ എന്നിവയെ ഞാൻ പാലിക്കുന്നു. ആലോചനയും പരിജ്ഞാനവും എനിക്കുള്ളത്. ഞാൻ തന്നെ വിവേകം. എനിക്ക് വീര്യബലമുണ്ട്. ഞാൻ മുഖാന്തരം രാജകുമാർ വാഴുന്നു. പ്രഭുക്കന്മാർ നീതിയെ നടത്തുന്നു. ഞാൻ മുഖാന്തരം അധിപതിമാരും പ്രധാനികളും ഭൂമിയിലെ ന്യായാധിപന്മാരൊക്കെയും ആധിപത്യം നടത്തുന്നു. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. എന്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയുണ്ട്. എന്റെ ഫലം പൊന്നിലും നക്ഷത്രം. എന്റെ ആദായം നേത്രമായ വെള്ളിയിലും നല്ലത്. എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക അവകാശമായി കൊടുക്കുകയും അവരുടെ ഭണ്ഡാരങ്ങളെ നിറയ്ക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ നീതിയുടെ മൗദ്യത്തിലും ന്യായത്തിന്റെ പാതകളിലും നടക്കുന്നു. യഹോവ പണ്ട് പണ്ടേ തന്റെ വഴിയുടെ ആരംഭമായി തന്റെ പ്രവൃത്തികളുടെ ആദ്യമായി എന്നെ ഉളവാക്കി. ഞാൻ പുരാതനമേ ആദ്യം തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്കൊണ്ട് നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആഴങ്ങൾ ഇല്ലാതിരുന്നപ്പോൾ ഞാൻ ജനിച്ചിരിക്കുന്നു. വെള്ളം നിറഞ്ഞ ഉറവുകൾ ഇല്ലാതിരുന്നപ്പോൾ തന്നെ പർവ്വതങ്ങളെ സ്ഥാപിച്ചതിനു മുമ്പേ കുന്നുകൾക്ക് മുമ്പേ ഞാൻ ജനിച്ചിരിക്കുന്നു. അവൻ ഭൂമിയെയും വയലുകളെയും പുതളത്തിന് പൊടിയുടെ പുകയും ഉണ്ടാക്കിയിട്ടില്ലാത്ത സമയത്ത് തന്നെ അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ ആഴത്തിന്റെ ഒരു ഭാഗത്ത് തുത്തമരിച്ചപ്പോഴും അവൻ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും ആഴത്തിന്റെ ഉറവുകൾ തടിച്ചപ്പോഴും അവന്റെ കൽപ്പനയെ അതിക്രമിക്കാതെ വണ്ണം അവൻ സമുദ്രത്തിന് അതിര് വെച്ചപ്പോഴും ഭൂമിയുടെ അടിസ്ഥാനം ഇട്ടപ്പോഴും ഞാൻ അവന്റെ അടുക്കൽ ശില്പിയായിരുന്നു. ഇടപെടാതെ അവന്റെ മുമ്പിൽ വിനോദിച്ചുകൊണ്ട് ദിനംപ്രതി അവന്റെ പ്രമോദമായിരുന്നു. അവന്റെ ഭൂതലത്തിൽ ഞാൻ വിനോദിച്ചുകൊണ്ടിരുന്നു. എന്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോട് കൂടെയായിരുന്നു. ആകയാൽ മക്കളെ, എന്റെ വാക്ക് കേട്ടോളൂ. എന്റെ വഴികളെ പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രബോധനം കേട്ട് ബുദ്ധിമാന്മാരായിരിക്കും. അതിനെ തിരിച്ചു കളയരുത്. ദിവസം പ്രതി എന്റെ പടിവാതികൾ ജാഗരിച്ചും എന്റെ വാതിൽ തട്ടലക്കൽ കാത്തുകൊണ്ട് എന്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്നെ കണ്ടെത്തുന്നു, അവൻ ജീവനെ കണ്ടെത്തുന്നു. അവൻ യഹോവയുടെ കടാക്ഷം പ്രാപിക്കുന്നു. എന്നോട് പിഴയ്ക്കുന്നവർ തനിക്ക് പ്രാണഹാനി വരുത്തുന്നു. എന്നെ ദ്വേഷിക്കുന്നവരൊക്കെയും മരണത്തെ ഇച്ഛിക്കുന്നു.